ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ശ്രീതു പ്രവീൺ. ഇത് ഞങ്ങളുടെ ആകെയുള്ള ഒരേ ഒരു ആങ്ങള, 4-5 പെങ്ങന്മാരുടെ ആങ്ങള കുട്ടുമാമൻ. ചെക്കൻ കല്യാണത്തിന് ലീവിന് വന്നതാ 10 ദിവസത്തേക്ക്. അപ്പൊ ഞങ്ങൾ എന്ത് വെച്ചു, ഇവനെയും കൊണ്ട് ഞങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോവാ? ശോഭ സിറ്റി. മധു ഓക്കെ ബൈ. എന്തെങ്കിലും പറയാണെങ്കിൽ പറയണം. മകനെന്തെങ്കിലും, നിനക്കെന്തെങ്കിലും? ഭാരത് മാതാക്ക് ജയ്. ഓക്കെ, ഇതാണ് ഗൈസ് പിള്ളേരുടെ ശോഭ സിറ്റി മോൾ. അത് നമുക്ക് വല്ലതും കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഈ കാണുന്ന മോളുടെ പേരാണ് മൗത്തു, ചേച്ചിയുടെ മോളാണ്. അയ്യോ, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്താ എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇല്ലാണ്ടായി. ആളൊരു ഇത്തിരി ഹൈപ്പറാ. പിന്നെ ഇതേ കുട്ടുമാമൻ ആളെ പറ്റിച്ചു. കുട്ടികളെ ഫസ്റ്റ് ഓടിയത് ക്യാൻഡി ഹൗസിൻ്റെ അടുത്തേക്ക്. അവിടെ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് കുട്ടുമാമൻ എന്താ പിള്ളേരും പറ്റിച്ച് പോണതാണ് ആ കാണുന്നത്. നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. എൻ്റെ അടുത്ത് മഹൽസക്കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പം എസ്കലേറ്ററിൽ കയറണമായിരുന്നു. എനിക്കിതിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് കയറാൻ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാ. എൻ്റെ ചേട്ടനും മോളും ഇറങ്ങി വേഗം പോവും. ഞാൻ പിന്നെ പതുക്കെ അങ്ങനെയൊക്കെയാണ് നിൽക്കുക. അതാണ് പറയണത് കേട്ടോ. ഇപ്പം ചേട്ടൻ വന്നിട്ടില്ല. ഇപ്പം ഞാൻ അനിയൻ്റെ കൂടെയാണ് ഇപ്പം ശോഭ സിറ്റിയിൽ വന്നത്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ തന്നെ സീറ്റ് ഉണ്ടായില്ലേ. ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക്. അതിവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ഇതേ കുട്ടുമാമൻ വീണ്ടും പിള്ളേരെ പറ്റിക്കുന്നു. അവിടെ നിന്നൊക്കെ കടന്ന് നമ്മൾ ഡൊമിനോസിൻ്റെ അടുത്താണ് എത്തിയത്. കാരണം പിസാമേനിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിന് നല്ല റേറ്റ് കുറവാണ്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പിസാമാനിയയിൽ ആണ് പിസ്സ ഓർഡർ ചെയ്തത്. പക്ഷെ പിള്ളേർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ടാണ്. അവരിതെങ്ങനെ കാത്തിരിക്കുകയാണ്. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഗൈസ്. വരുന്നുണ്ട്. ഹലോ, ഇത്രയധികം ഫുഡ് ഉണ്ടായിട്ടും ഓർഡർ ചെയ്തത് പിസ്സയാണ് ഗൈസ്. ഓക്കെ, 200 രൂപയുടെ പിസ്സ. ഹലോ ഓക്കെ. അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനതെടുത്ത് കുട്ടികളുടെ അടുത്ത് പോകട്ടെ. കുട്ടികളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. പ്രത്യേകിച്ച് മൗത്തു ആ ചെറിയ ഉള്ളിയുടെ പേരാണ് മൗത്തു. ആൾക്ക് എല്ലാത്തിലും ഭയങ്കര ഒരു എന്താ പറയുക, ക്ഷമയില്ലാത്ത ആളാണ്. ആണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ ആൾക്ക് സന്തോഷം വന്ന് എന്താ ചെയ്യണ്ടേന്ന് ആൾക്കറിയില്ല. ഓടും ചാടും ഭയങ്കരമായിട്ട് ഓളിടുക കണ്ട ഇരിക്കുന്ന. പിന്നെ ആൾക്കൊരു വിഷമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ സ്പ്രൈറ്റ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കപക്കെട്ടായതുകൊണ്ട് കുട്ടു പറഞ്ഞു സ്പ്രൈറ്റ് മേടിക്കാൻ പറ്റില്ല, എന്താ പറയുക, പച്ചവെള്ളം, അതായത് മിനറൽ വാട്ടർ മേടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ആൾക്കുണ്ട്. പക്ഷെ എന്നാലും പിസ്സ കണ്ടപ്പോൾ ആൾ ഹാപ്പിയായി. കുട്ടു എന്ന് പറയണത് അഖിൽ കൃഷ്ണ എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ ഞങ്ങൾ പെങ്ങന്മാരെല്ലാവരും കുട്ടു. അതെ, പിള്ളേരുടെ കുട്ടുമാവൻ ഞങ്ങളുടെ കുട്ടു. അപ്പോൾ അവൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കല്യാണമാണ് നവംബറിൽ. അപ്പോൾ 10 ദിവസത്തെ ലീവിന് വന്നതാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ നേരെ പോയത് കിഡ്സ് സെക്ഷനിലേക്ക് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് കുട്ടുമാമൻ അതായത് കുട്ടി ഈ കിഡ്സ് സെക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നത്. നല്ല എക്സ്പെൻസീവാണ്. അതായത് ഒരു ഹാഫ് ആൻ അവറിന് 400 രൂപയും 1 മണിക്കൂറിന് 500 രൂപയും അങ്ങനെയാണ് ഇതിൽ കയറാനായിട്ട് വേണ്ടത്. പിന്നെ ഒരു സോക്സ് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പൈസ വേണ്ട, അല്ലെങ്കിൽ 70 രൂപ കൊടുത്തിട്ട് നമ്മളൊരു സോക്സ് മേടിക്കണം. എന്തായാലും കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, കാണാനും, അതായത് എനിക്കും കുട്ടൂനൊക്കെ കാണാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മളുടെ ചെറുപ്പത്തിലൊന്നും ഇത് കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്കും അത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിള്ളേരുടെ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് മുകളിൽ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വരടി. ഓ, കാർ ഓടിപ്പിക്ക്. ഇതിന് മുകളിലൊക്കെ ഉണ്ടോ? അങ്ങനല്ല, ഇതിലിരുന്നിട്ട് ഒഴുകണം. ഇതല്ല മിക്കവാറും അവര് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. നമ്മള് കടക്ക് ഊഞ്ഞാലടന്നല്ല, അങ്ങോട്ട് കടക്ക്. കുനിഞ്ഞു പോണം ഗൈസ്, നേരെ പോകാൻ പറ്റില്ലേ. ഇതാണ് മകന്റെ സ്ഥലം.
അതെ എടാ ഇതിന്റെ മോളിൽ എന്താ പരിപാടി കണ്ട ഇടാൻ പോട്ടാ ഇടാൻ പോട്ടാ ആ നിന്നെപ്പ പിടിച്ച് പുറത്താക്കി വിടുന്നു പിള്ളേർക്ക് കളിക്കാനുള്ളത് ഇതൊക്കെ വിഷമായ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോള് വന്നു അവിടുന്ന് ടൈം ഔട്ടായി ഇറങ്ങാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ട് ഇറങ്ങി. കുട്ടു വണ്ടി എടുക്കാനായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അങ്ങനെ ഞാൻ കുട്ടികളെയൊക്കെ കൊണ്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബർഗർ കഴിക്കാനാട്ടോ. ചെറൂർ ഒരു BC കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അടിപൊളി ബർഗർ അവിടുത്തെ. പിന്നെ അതും മേടിച്ചു കൊടുത്ത് അങ്ങനെ കുട്ടികളെ ഹാപ്പി ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.